ഇന്നത്തെ താരം സോയാ ജങ്ക്സ് ആണ്. അപ്പോൾ ദേ എണീറ്റിട്ട് സോയാ ജങ്ക്സിന്റെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് പിഴിഞ്ഞ് ദേ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ദേ 1-2 വിസിലൊക്കെ പോയെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, വിസിൽ പോകാൻ അടുത്തതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേഗം കറി റെഡിയാക്കാം. അപ്പോൾ ദേ പാൻ അടുപ്പത്ത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി. ഞാൻ ദേ വെളിച്ചെണ്ണ ഒഴിച്ച് സോയാ ജങ്ക്സിന് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസിന് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ സോയാ ജങ്ക്സ് കറിയാണ് കൊടുത്തയക്കുന്നത്. നല്ലോണം ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരേ മണികളായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഗ്രേസിനാണെങ്കിലും സ്റ്റീവിനാണെങ്കിലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ രീതിയിലല്ല ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഒരു സവോളയും ഒരു പീസ് ഇഞ്ചിയും ഒരു തക്കാളിയും അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പാൻ എടുത്ത് മാറ്റി. പിന്നെ തക്കാളിയും സവോളയും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു. അതൊന്ന് വഴച്ചെടുക്കാൻ പോവാണ്. ഒരു ചെറിയൊരു ഗ്രേവിയുള്ള രീതിയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കറിവേപ്പിലയും കൂടി ഇട്ടു. ഇന്ന് എല്ലാ ദിവസത്തേക്കാളും നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കാരണം ഇന്നലെ എനിക്ക് പാത്രങ്ങളൊന്നും കഴുകി വെക്കാനൊരു ടൈം കിട്ടിയില്ലായിരുന്നു. സ്റ്റീവ് ഉറങ്ങാനൊക്കെ വാശി പിടിച്ചപ്പോൾ ഞാൻ അങ്ങനെ നാളത്തേക്ക് അങ്ങനെ ഇട്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കുറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി തിളച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടി അങ്ങനെ ഒഴിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ നിൽക്കും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലതാണ്. ഇപ്പോൾ തേങ്ങാപ്പാലൊന്നും പിഴിയാനും ചിരവാനൊന്നും ഞാൻ നിൽക്കണില്ല, അതിനുള്ളൊരു ടൈം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കി ഒഴിക്കണമുണ്ട്. ഒരു എന്താ പറയുക, ഒന്ന് കുറു ആ ഒരു സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ആക്ച്വലി 2 വീഡിയോസ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോപ്പർ ടൈമിലല്ല പോസ്റ്റ് ചെയ്യണത്. ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 8 മണിക്കൊക്കെയാണ് ടൈം. പക്ഷേ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാല അല്ല ചിക്കൻ മസാലയാണ് ഇട്ടത്. ചിക്കൻ മസാലയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇച്ചിരി കൂടുതലിട്ടു, ബാക്കിയൊക്കെ കുറച്ചേ ഇട്ടുള്ളൂ. എന്നിട്ട് ഇനി ഇതൊന്ന് വഴച്ചിട്ട് തക്കാളി ഇടും. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് ആ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കാണ് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തു. കാരണം അത് വെളിച്ചെണ്ണ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ പൊടികളിട്ടപ്പോൾ. അപ്പം അങ്ങനെ പല രീതിയിൽ ഞാൻ വെക്കാറുണ്ട് സോയാ ചങ്ക്സ്. വെള്ളം ഒഴിച്ചിട്ട് വെക്കൽ കുറവാണ് പൊതുവേ. കാരണം സണ്ണിചേട്ടൻ ഗ്രേവിയാണ് എപ്പോഴും ഇഷ്ടം. പക്ഷെ ഗ്രേസിനും സ്റ്റീവിനും ഇങ്ങനെ അത് പറക്കി കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും മസാലപ്പൊടികളൊക്കെ തിരുമ്മി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെറുതെ സവോളയും അല്ലെങ്കിൽ സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ഫ്രൈ മോഡിലാണ് എപ്പോഴും എടുക്കാറ്. ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പച്ചമുളകും കൂടി ഞാനൊന്ന് കീറി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുൻപൊന്നും എനിക്ക് സോയാ ജങ്ക്സ് ഒന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു. പിന്നെ
പിന്നെ ആയപ്പോൾ അത് ഇഷ്ടമായി തുടങ്ങി. ഒരേ സമയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ചിലവർക്കൊന്നും ഇഷ്ടമില്ല സോയ ചങ്ക്സ്. പിന്നെ ഇങ്ങനെ സൈസുള്ള സോയ ചങ്ക്സ് ഉണ്ട്. ഇതിപ്പോൾ ഭയങ്കര ചെറിയ ചെറിയ മണി പോലെ കിട്ടുന്നതാണ്. ഇച്ചിരി വലുപ്പമുള്ളത് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ സിമ്പിളാണ്. ചെറിയ ചെറിയ മണികളായതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായാലും അധികം അതിന് വേണ്ടി കുറേ പണിയെടുക്കേണ്ട ആവശ്യം വരണില്ല. അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വീണ്ടും കട്ട് ചെയ്തെടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വലിയ ഇഷ്ടമില്ല കേട്ടോ സോയ ചങ്ക്സ്. കഴിക്കും, എന്നാൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല സോയ ചങ്ക്സിനോട്, അത്ര വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ സോയ ചങ്ക്സ് വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കുന്ന രീതിയിൽ മീൻസ് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുക്ക് ചെയ്യാറുണ്ടെങ്കിൽ ആ റെസിപ്പികളൊക്കെ ഷെയർ ചെയ്തോളൂ. ഞാൻ നമ്മുടെ വീഡിയോക്കോടെ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഇന്നലെ തന്നെ ഞാൻ പാവയ്ക്കയുടെ റെസിപ്പി കാണിച്ചായിരുന്നല്ലോ. അതും നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി അങ്ങനെ തന്നതാണ്. എൻ്റെ ഒരു പാത്രം സൈഡിൽ ഇങ്ങനെ തുമ്പത്തിരുന്നായിരുന്നു കേട്ടോ, അതൊന്ന് വീണതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതിങ്ങനെ ഓടി വന്ന് പാത്രത്തിൽ ചൂടുകളൊന്നും ഉണ്ടായില്ല, പക്ഷെ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് മൂലം അവിടെ സംഭവിച്ചതായിരുന്നു അത്. അപ്പം അങ്ങനെ അത്യാവശ്യം ഒന്ന് തിളച്ച് റെഡിയായപ്പോൾ ഞാൻ സോയ ചങ്ക്സിനും കൂടി ഇട്ടു. ഇനി ഒന്ന് ഇളക്കിയിട്ട് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇനി ആ ഗ്യാപ്പിൽ കാഷ്യൂ നട്ട്സ് ഒന്ന് പേസ്റ്റാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കാൻ പോവാണ്. കുതിർത്തി ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി, അപ്പോൾ ഉപ്പൊക്കെ എനിക്ക് ഓക്കെ പോലെ തോന്നി. അന്ന് മിക്സർ ഗ്രൈൻഡറിൻ്റെ റിവ്യൂ വേണമെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അധികം വൈകിക്കാണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓരോ ജാറിലും എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണേ എന്നൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. അതിനൊരു സന്നചേട്ടൻ്റെ ഒരു ഫ്രീ ടൈം വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്ത് തരാനും അതിനൊക്കെ സന്നചേട്ടൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ലേറ്റ് ആക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാഷ്യൂ നട്ട്സ് നല്ലോണം പേസ്റ്റ് ചെയ്തു. നല്ല സൂപ്പറായിട്ട് അരയണുണ്ട്. കാരണം എൻ്റെ മറ്റേ മിക്സിയുടെ ജാറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ബ്ലേഡാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനൊന്ന് ഇളക്കി അതിലേക്ക് ഇടാണ്. അത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സ് അങ്ങനെ റെഡിയാവും. ഒന്നും കൂടി അതൊന്ന് ടൈറ്റ് ആയിക്കോളും, ഇരുന്ന് തന്നെ ടൈറ്റ് ആയിക്കോളും. വേറെ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഗ്രേസിന് ലഞ്ച് ബോക്സിലേക്കും സ്നാക്സ് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം ഫില്ല് ചെയ്യണം. ഇതിൽ പപ്പടം കൂടി വറുത്ത് ഗ്രേസിന് കൊടുത്തയക്കുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തയക്കണേ. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു കേട്ടോ. എനിക്ക് പിന്നെ തോന്നി ഇച്ചിരി ഉപ്പ് കൂടിപ്പോയോ എന്നൊരു സംശയം തോന്നായില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തു. ഒരു ഫ്ലേവറും കിട്ടും, പിന്നെ നമ്മുടെ ഉപ്പിനൊന്ന് ബാലൻസ് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെന്താ, അപ്പം ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ചോറിൻ്റെ കൂടെ എപ്പോഴും കറിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തയക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറിപ്പാത്രങ്ങളിലേക്ക് അങ്ങനെ കൊടുത്തയക്കാത്തത്. അപ്പം ഇന്ന് പപ്പടം കൂടി ഇനി വറക്കണം. അപ്പം അങ്ങനെ ഗ്രേസിൻ്റെ ബാക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ സെറ്റായി വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഡാഡി വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഗ്രേസിനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഡാഡി എത്തിയത്. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ കുത്തരിയുടെ അരി ഉണ്ടല്ലോ, അത് ഊമിയൊന്നും കളയാണ്ട് ആ അരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വൈറ്റ് അല്ല. അപ്പോൾ ഗ്രേസിന് ഞാൻ ഓർക്കത്തിന് എനിച്ചപ്പോൾ ഇത് കാണിച്ചപ്പോൾ അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് വൈറ്റ് എപ്പോഴും കണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇന്നലെ ചിക്കൻ കറി വെച്ചത് ഇരിപ്പുണ്ട്, ബ്രെഡും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി കഴിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാനിങ്. അപ്പോൾ എന്തായാലും അമ്മയുടെ ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
അങ്ങനെ ഗ്രേസ് ഒക്കെ പോയി. സ്റ്റീവൊക്കെ ഉറങ്ങും. അപ്പോൾ ഞാനും സണ്ണിചാട്ടനും കൂടി ഇത് ഭക്ഷണം കഴിക്കാൻ അമ്മയ്ക്കൊക്കെ കൊടുത്തു. ബ്രഷ് ചെയ്യാനുള്ള വെള്ളവും അമ്മയുടെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തതൊന്നും വീഡിയോ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ ഇന്ന് തുടയ്ക്കൽ പരിപാടികളാണ് വീടിൻ്റെ ഇവിടെ മാത്രമേ ഇപ്പോൾ ചെയ്യണുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. കാരണം ഇന്നലെ സ്റ്റീവ് അകത്ത് മൊത്തം പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് മൊത്തം എന്തോ ഫുൾ പെയിൻ്റ് അടിച്ച പോലെയായിരുന്നു ടൈലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അപ്പൊ കാണിക്കുന്നേ ചേട്ടാ വെച്ചിരിക്കുന്നതാണോ അതോ? അപ്പൊ എന്തൊരു ചെയ്യുന്നേ? ചേട്ടന് ഒരു സൗണ്ട് ഉണ്ടാക്കാണല്ലേ. അപ്പം അങ്ങനെ അതേ സന്നജാൻ്റെ കൂടെ അവനവിടെ കുറച്ച് നേരം കളിക്കാനുണ്ട്, ജോലി ചെയ്യാൻ സമ്മതിക്കാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ ബാക്കിൽ വരച്ചിട്ടേക്കുന്നത് സ്റ്റീവാണ് കേട്ടോ, ഫുൾ വരച്ചിട്ടേക്കുന്നത് സ്റ്റീവാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വൈകുന്നേരം കാണാം. ബൈ ബൈ.